ആച്ചൂട്ടിന്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ദേ കുഞ്ഞൂസ് ഇല്ലുമിനാത്തി കളിക്കുന്ന അവിടെ കിടന്നുകൊണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി പോസ്റ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഇതിന് ശേഷം അടുത്ത തന്നെ സ്കൂൾ ഓപ്പണിങ്ങിന്റെ വീഡിയോ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആച്ചൂട്ടിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ മേടിച്ച് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേയുടെ ഇത് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് തൂക്കാത്തത്. എടാ ഈ ബുക്ക് മൊത്തം എടുത്ത് വെച്ചിടാൻ അത് നെയ്സ് സ്ലിപ്പിൽ പേരെഴുതണോ ഇനി? അതില് നാളെ മേടിച്ചൊരു സൂചി കാണാതെ പോയാറ്. അതെന്തായാലും അവളുടെ കയ്യിൽ കൊണ്ടുപോയി എനിക്കത് കണ്ടു കിട്ടിയിട്ടോ. അപ്പം അതാണ് അവൾ പറഞ്ഞത്. പിന്നെ ദേ ഇവിടെ കുറച്ച് അവോക്കാഡോയുടെ പാവക്കുട്ടികളെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഞാൻ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നോക്കിയപ്പോൾ 120 രൂപയേ ഉള്ളൂ. റിട്ടേൺ ചെയ്താലും ഇത്ര നല്ല പാവക്കുട്ടി 120 രൂപയ്ക്ക് എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ അവർക്കത് അറിയാമായിരുന്നു ഡാമേജ് ആണ്. അതുകൊണ്ടാണ് അവർ ആ ഒരു പാവക്കുട്ടി 120 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യേണ്ടെന്ന് വെച്ചു. 3 പാവക്കുട്ടി നല്ല ബെസ്റ്റ് പാവക്കുട്ടികളായിട്ട് 169 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ മേടിച്ചിട്ടുള്ള കിഡൻ ജോയിയുടെ ഒരു പാക്കറ്റ്, പിന്നെ കുറച്ച് മഞ്ച്, കുറച്ച് മിഠായി, പിന്നെ ഒരു ബണ്ണിക്കുട്ടിയുടെ ഷേപ്പിലുള്ള ക്ലിപ്പാണ് കേട്ടോ. മുയലും കുഞ്ഞുങ്ങളാണ്. ഒരു ഓറഞ്ച് കളറ്, പിങ്ക് കളറ്, പിന്നെ ഒരെണ്ണം ബ്ലൂ കളറ്. നമ്മൾ ബർത്ത്ഡേ ഡെക്കറേഷൻ ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നത് മീഷോയിൽ നിന്നാണ്. പക്ഷെ അത് നമ്മളത് തൂക്കിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ 200ൻ്റെ വേറൊരു കിറ്റും കൂടെ ഷോപ്പിൽ നിന്ന് മേടിച്ചു. പിന്നെ ഇത് ആച്ചൂട്ടിനെ മേടിച്ചിട്ടുള്ള ടീഷർട്ടാണ്. ഇതിപ്പോൾ ഞാൻ തന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. കാരണം ബർത്ത്ഡേ ടൈമിൽ ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാനായിട്ട് ടൈം കിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ടീഷർട്ട്. 3 300 ആയുള്ളൂ. ഇത് വീട്ടിൽ കൂടെ ഇടാൻ വേണ്ടി മേടിച്ചാണ്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ ടീഷർട്ട് വന്നിട്ട് ഒരു ബ്ലാക്ക് കളറാണ്. ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രീനും പിങ്കും ആണ്. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല കളറാണ്. അടുത്തതായിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഈ കളർ ഞാൻ സെലക്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുഷിയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കളർ സെലക്ട് ചെയ്തത്. വൈറ്റ് യെല്ലോ ഒക്കെ ആണെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ കുട്ടികൾക്ക് ഡെയിലി യൂസിന് പറ്റത്തില്ല. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഒരു യൂണിക്കോണിൻ്റെ ആണ്. കുഞ്ഞാക്കുട്ടിയുടെ യൂണിക്കോൺ ഫാനാണ്. അപ്പം ഇതിപ്പോൾ ആച്ചൂട്ടനാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് 3 ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആയിട്ട് ഞാൻ മിന്ത്രയിൽ മേടിച്ചിട്ടുള്ള ഒരു ഉടുപ്പാണ്. ഇത് കോട്ടൺ അല്ല, പക്ഷെ ഇതിന് 600 സംതിങ് ആണ് കേട്ടോ. 650 അത്രയും കണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 1 മാസം മുന്നേ മേടിച്ചാണ്. എന്നിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 5 to 6 ഇയേഴ്സിൻ്റെ. ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ് വരുന്നത്, പക്ഷെ നല്ല റേറ്റ് ആണ് കേട്ടോ. ജമ്പ് സ്യൂട്ടിന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന കിഡൻ ജോയുടെ ഒരു ബോക്സ് ആണ്. ഇതൊരു കിറ്റാണ്. ഇതിനകത്ത് വന്നിട്ട് 2 കിഡൻ ജോയും പിന്നെ 2 ചോക്ലേറ്റിൻ്റെ സാധനവും പിന്നെ 2 ചോക്കോ ബോൾസിൻ്റെ പാക്കറ്റുമാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഓരോ പാക്കറ്റ് ഷോപ്പിൽ നിന്ന് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 3 പേർക്കും ഓരോന്നിതും കൊടുക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ കിറ്റ് വന്നിട്ട് നല്ല ലാഭമാണ് കേട്ടോ. ഇപ്പം ഞാൻ എക്സ്ട്രാ പുറത്തുനിന്ന് മേടിച്ചപ്പോൾ പിന്നെ അഡീഷണൽ പൈസയായി. പക്ഷേ അതിനകത്ത് 2 കിഡൻ ജോയി ഉണ്ടോ, 2 കിഡൻ ജോയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു മല പോലെ ഉണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ ഒട്ടിച്ചു. അങ്ങനെ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ പുതിയ കിറ്റ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ നോക്കി കിടക്കുവാണ്. കുഞ്ഞാക്കുട്ടന് ആശിന് കൊടുക്കാനായിട്ട് ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കുവാണ്. അവൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ ഒരു കുട്ടി അവിടെ പോയി. ഇതാരാ? കൊടികുത്താലോ കൊടികുത്താലോ കൊടികുത്താലോ. നിന്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലോ കുഞ്ഞാക്കുട്ടാ. നിന്റെ ബർത്ത്ഡേക്ക് ബ്ലൂ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നല്ലേ നീ? മറന്നുപോയോ? ബർത്ത്ഡേക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ.
അച്ചു അത് പൊട്ടിച്ച് ഈ കവർ പൊട്ടിക്ക്. അതിനകത്ത് ഓരോന്നിലും ഓരോ സാധനങ്ങളാ, കിരീടമൊക്കെ ഉണ്ട്. അത് അടിയിൽ തുറക്ക്, അടിയിൽ തുറക്ക്, അടിയിൽ. ബർത്ത്ഡേക്ക് ഇടാനുള്ള ഉടുപ്പും കിരീടവും ഒക്കെ ഇതിനകത്താണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ കൊച്ചിനെ കൊണ്ട് അഴിപ്പിക്കുവാണ്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഇന്നലെ കുത്തിയിരുന്ന് പൊളിഞ്ഞാണ്. അച്ചു ആ കിരീടം അതിനകത്തിട്ട് വെക്കാം. അച്ചുവിന് അതിന് വേണ്ടി ബോക്സ് ഉള്ളത് മേടിച്ചേ. തുറന്നു. പിന്നെ മഞ്ഞ കളർ ഡ്രസ്സ് അവള് തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ പ്രത്യേകം പറയട്ടെ, ആ ഡ്രസ്സിന് ഇപ്പോഴത്തെ വില 382 റുപ്പീസ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. കാരണം എല്ലാവരും ബാഡ് കമന്റ്സ് ഇട്ടത് പോളിസ്റ്റർ മെറ്റീരിയലാണ്, ഇത്രയും വിലക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മേടിച്ചത് എങ്ങുമില്ലാത്ത വിലക്കാണ് കേട്ടോ. ചൂട്ടൻ തന്നെത്താനെ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മേടിച്ചത് മീഷോയിൽ നിന്നാണ്. ഈ കിരീടവും ബർത്ത്ഡേ ഗേളും കൂടെ ഒരു കിറ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് ഏകദേശം 150 രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. മീഷോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ 6 എന്ന് എഴുതിയിട്ടുള്ളത് ഞാൻ മേടിച്ചത് തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ. അതിന് 20 റുപ്പീസ് ആണ്. അപ്പൊ നിങ്ങളെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എടാ കൊച്ചിനെ സഹായിക്കടാ ഓർക്കാൻ. ആ മതി. ഇനി കൊച്ചു ഓർന്നോളൂ. അതിന് പുള്ള ഓർക്കട്ടെ. അത് മൊത്തം അലൂന. അത് വീട്ടിൽ കൂടെ ഇറണത് അച്ചു. അച്ചു പറഞ്ഞു ഉടുപ്പ് അത് ഇടുന്നുണ്ടോ? അതിടണ്ടോ? ഇത് മതിയോ? എന്നാ അത് കഴിഞ്ഞിട്ട് അത് ഇട്ടോ കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടുപ്പിടാം. ഓക്കെ. തലേ കുത്തുണ്ടോ? ഈ കുത്ത സ്ഥലം ഉണ്ടോ തലയിൽ? അതിപ്പോ പൊട്ടിക്കണ്ട, ഇച്ചിരി കഴിയുമ്പോ. ഇതേടാ അതിനകത്തുണ്ട്. തലേ കുത്തുന്ന സാധനം അതിനകത്തല്ലേ? തലേ കുത്തുന്ന സാധനം വേറെ. ഇതിനകത്ത് ഇത് തലേ കുത്തുന്ന സാധനം ഇതിനകത്താ. അതല്ല ബണ്ണിക്കുട്ടി. എടാ ചെല്ല്. നമ്മള് കിടഞ്ചോയുടെ ബോക്സാണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അഡീഷണൽ കിടഞ്ചോയുടെ ഒരു മിഠായിയും പിന്നെ ചോക്കോ ബോൾസിന്റെ ഒരു പാക്കറ്റും പിന്നെ ചോക്ലേറ്റിന്റെ ഒരു ക്രീമും എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ അപ്പോൾ ആ ടേബിളിൽ ഇരിക്കുന്നത്. കവറൊക്കെ നിങ്ങൾക്ക് കളിക്കാം. തുറക്കടാ. അതെന്നാ നോക്ക്. തുറക്ക്. അതെന്നാ നോക്ക്. ആച്ചു സെലക്ട് ചെയ്ത ഉടുപ്പായത്. ആച്ചുവിന് ആ മഞ്ഞ. അതിനകത്ത് 2 എണ്ണം വീതം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മേടിച്ചതാ, തികയാത്ത കാരണം. അതമ്മ കടയിൽ കയറി മേടിച്ചതാ 3 എണ്ണം ഒക്കെ. ഇടഞ്ചോയി മതിയോ? അപ്പൊ കേക്ക് വേണ്ടേ? എടാ അത് പൊട്ടി കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ചിട്ട് അത് പൊട്ടിക്കാം. ഇവിടെ വെക്ക്. അതെന്തായാലും കിട്ടുമല്ലോ. എടാ കുഞ്ഞേക്കുട്ട ആച്ചു ഇത് നോക്കടാ, ബ്ലൂബെറിയുടെ കേക്ക് ഇരിക്കണോടാ. എടാ ആച്ചു കയ്യിലായിട്. അമ്മ നിന്നാലും മതി, സുന്ദരിയാ. സൂപ്പറായിട്ടുണ്ട്. അവ ആ കേക്കും വെച്ച് നോക്കിയിരിക്കുക. എന്താവും? നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. ആച്ചൂട്ടന്റെ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ആച്ചു.
ഹാപ്പി ബർത്ത്ഡേ ആച്ചു കുട്ടി, ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കുറച്ച് കനം കുറച്ചെടുക്കാൻ മേലെ മുളേന്ന് എടുക്കും. മുളേന്ന് കുറച്ച് കുത്തിയെടുക്കും. കൊച്ചിന്റെ വായിൽ വെച്ച് കൊടുക്കട്ടെ. ഞാനൊരു കഷണം വെച്ച് കൊക്കട്ടെ എൻ്റെ പിള്ളേരുടെ വായിൽ. കൊച്ചിന് കൊടുക്ക്. അവൾക്ക് വെച്ച് കൊടുത്തില്ല. ഇങ്ങോട്ട് ചേച്ചിക്ക് കൊടുക്കും. ആ ചേച്ചി പെണ്ണിന് വെച്ച് കൊടുക്ക്. കുഞ്ഞിന് കൊടുക്ക്. നീ തന്നില്ലല്ലോ, ഇവള് തന്നില്ലല്ലോ. നീ കുഞ്ഞായിക്ക് കൊടുക്കാച്ചു. കുഞ്ഞായിക്ക് കൊടുക്ക. നിന്റെ ചേച്ചിമാർക്ക് കൊടുക്ക ആദ്യം. അത് അമ്മയല്ല കൊടുത്തേ. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അവൾ ആദ്യം കുഞ്ഞേച്ചിമാർക്ക് കൊടുത്തു, പിന്നെ അച്ഛന്റെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും ഒക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞൂസ് കേക്ക് ആച്ചുവിന്റെ വായിൽ വെച്ച് കൊടുക്കാൻ മറന്നുപോയി. അപ്പൊ കുഞ്ഞൂസ് ഒരു പീസ് കട്ട് ചെയ്ത് ആച്ചുവിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടോടാ കേക്ക്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാടാ, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞാക്കുട്ട സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കുഞ്ഞാക്കുട്ട. അടുത്ത വർഷം കുഞ്ഞാടെ ബർത്ത്ഡേക്കും കുഞ്ഞൂഷിന്റെ ബർത്ത്ഡേക്കും ബ്ലൂബെറി മതി. ഓക്കെ ഓക്കെ കുഞ്ഞാക്കുട്ട. ഒരു ചെറിയ എവിടെയോ ഒരു കൊടികുത്തുണ്ടല്ലോ. ആച്ചൂട്ടൻ എനിക്ക് കേക്ക് കട്ട് ചെയ്ത് തന്നിട്ടില്ല. അപ്പൊ അവള് കട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്കുള്ള പീസാണെന്നാണ് തോന്നുന്നത്. ഏതായാലും കുഞ്ഞൂസ് ഒരു പീസ് കട്ട് ചെയ്ത് എനിക്ക് നേരെ നീട്ടുന്നുണ്ട് കേട്ടോ. ഇത്ര അടിപൊളി ടേസ്റ്റ് കേക്ക് അടുത്ത ആൾത്തന്നെയും കഴിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിള്ളേര് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഒരു ഗിഫ്റ്റ് ബോക്സും കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ കേക്ക് മുറിച്ച് പിള്ളേർക്ക് കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്, പാത്രത്തിലിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറിയാതെ ആച്ചുവിന്റെ കൈ തട്ടി ഒരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടിപ്പോയിട്ടോ. അപ്പൊ അതുകൊണ്ട് ആച്ചു ഒരു ഇച്ചിരി മൂഡ് ഓഫ് ആയി. എന്നാലും പിന്നെ അവൾ ഓക്കെ ആയി. പക്ഷെ ഒരു ചെറിയ കേക്കാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്ന. ബ്ലൂബെറി 1/2 കിലോയുടെയാണ്. അതിന് 500 റുപ്പീസ് ആവുള്ളൂ 1/2 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് 1000 രൂപ ആണ് കേട്ടോ വില. നമ്മളിപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ മേടിക്കുന്ന 650 റേഞ്ചിൽ 1 കിലോ കേക്കൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ബ്ലൂബെറി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോ സ്ഥലത്ത് ഉണ്ടാക്കുന്ന അനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു ചെറിയൊരു പുളിപ്പ് ചവർന്ന ആ ഒരു ചവർപ്പും കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ആണ് ബ്ലൂബെറിക്ക്. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്തായാലും ഈ ടേസ്റ്റിലുള്ളൊരു കേക്ക് അടുത്തും കഴിച്ചില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്ലൂബെറി തന്നെയായിരിക്കും മേടിക്കുക. അപ്പൊ ആ ചുട്ടിനോട് ഞാൻ വേഗം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം നമുക്ക് ഒരു അൺബോക്സിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരിത് കുറച്ച് കഴിച്ചോളൂ. അപ്പൊ അത് ബാലൻസ് ഞാൻ ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചു. തുറന്നോടാ, എല്ലാം തുറന്നോ. അമ്മയ്ക്ക് വേണ്ട, അമ്മയ്ക്ക് വേണ്ട. അത് ഒരെണ്ണം അച്ചക്കുട്ടി, ഒരെണ്ണം കുഞ്ഞൂശ, ഒരെണ്ണം കുഞ്ഞായി, ഒരെണ്ണം ആച്ചു. അത് ഉറങ്ങുമ്പോ കെട്ടിപ്പിടിക്കണയാ. അതാ എൻ്റെ അമ്മയാ. അല്ല അമ്മയല്ല, അച്ഛൻ. അച്ഛനും ആരെങ്കിലും ഓട്ടെ. ആ പാവയുടെ സന്തോഷമായ അച്ചു. കടുവാവിന് ഇട്ടായോ? ആ കടുവാവിനെ കട്ടിലെ കൊണ്ടുവെക്കണേ. കൊണ്ടുവെക്ക. ചെളിയൊന്നും ആക്കരുത് കേട്ടോ. ഈ കുഞ്ഞൂശി 2 അവക്കാടോ നിർത്തിച്ചു. കുഞ്ഞൂശി 2 അവക്കാടോ നിർത്തേക്കുവാനോ. അച്ചു അച്ചു എരുടുപ്പറ്റേക്കണേ. യൂണിക്കോണാണോ? എന്നാ തിന്നണേ? ഇട്ടായോ? അയ്യോ, ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ കുഞ്ഞക്കുട്ടാ. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഈ സാധനം, ഈ ക്രീമാ. കാണിച്ചു തരാവേ അമ്മേ.
വൈറ്റ് ക്രീമും പിന്നെ ഒരു ബ്ലാക്ക് ക്രീമുമാണ് ഈ പടത്തിൽ പൊളി ടേസ്റ്റ് അല്ലേ അച്ചു? ഇതൊരു പാക്കറ്റിന് 40 രൂപ. അടിപൊളി സാധനം, പൊളി സാധനം. എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് ഇന്നെ നോക്കണം. സൂപ്പർ സാധനം, പൊളി സാധനം. ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ തിന്നോണ്ടേയിരിക്കും. കിൻഡർ ജോയ് ഇഷ്ടമുള്ളവരാണ് എപ്പോഴും ഇത് മേടിച്ച് തിന്നോണ്ടേയിരിക്കും അല്ലേ? സത്യം, അത് മൊത്തം ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാൻഡി പെട്ട കിൻഡർ ജോയിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഈ ബോളാണ്. അത് കുറെ കിട്ടിയ ഫീൽ. കുഞ്ഞുകുട്ടാ എങ്ങനെയുണ്ട്? എന്നെ വിളിച്ചോ? പൊളി, ഭയങ്കര പുളിയാ. ഫ്രണ്ടിലുള്ള റോട്ടിൽ കൂടെ വെള്ളം വീണയാണ് കേട്ടോ. എന്റെ ബാഗ് കാണിച്ച് എന്റെ പൈസ കേട്ടില്ല, എന്നെ കൊണ്ടുപോയിട്ടോ കേട്ടോ. പുറത്തൊന്നും പോയില്ല കേട്ടോ. പുറത്ത് വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.